ഹലോ, കേൾക്കാവോ ഞാൻ പറയുന്നത്? ഓക്കേ. എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും എത്തിയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് എന്നാ മെല്ലനെ തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എല്ലാരും കുറച്ച് ആക്റ്റീവായിട്ട് ചാറ്റ് ബോക്സും മെസ്സേജൊക്കെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം. എന്നാലാണ് നമുക്ക് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഡിഫിക്കൽട്ടീസ്. സോ അതുകൊണ്ട് എല്ലാവരും കുറച്ച് ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാം. സോ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. ഞാൻ സഞ്ജന. ആഹ് പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറയണേ, കേൾക്കാത്ത പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സോ ആ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ബയോകെമിസ്ട്രിയിലെ പോർഷൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം CSIR എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കുറച്ച് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന ബയോകെമിസ്ട്രി. അതിൽ നിന്ന് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവും, പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ എക്സാംസ് എഴുതിയ ഉണ്ടാവും, അതിന് മുന്നേ എക്സാംസ് എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും എങ്ങനെയൊക്കെയാണ് ബയോകെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഉള്ളത്. സോ നമുക്ക് കുറച്ച് ബേസ് മുതലേ കാര്യങ്ങൾ പറഞ്ഞു പോവാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി നമ്മൾ ആ ഒരു ബേസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യമേ നമുക്കറിയാം ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോമോളിക്യൂൾസ്, പ്രോട്ടീൻസ്, DNA, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, അങ്ങനെ ബയോമോളിക്യൂൾസ്, അതിന്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, ഫങ്ഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് മെയിൻലി ആ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ആദ്യമേ സ്ട്രക്ചറിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചില ബേസ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. സോ നമ്മൾ ആദ്യം ഏറ്റവും ബേസ് എന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ പ്ലസ് ടുവിലും അല്ലെങ്കിൽ ഡിഗ്രിയിലും ഒക്കെ കേട്ട കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഓരോന്ന് പറയുമ്പോൾ മെസ്സേജ് റെസ്പോണ്ട് ചെയ്യാം. അറിയില്ല അല്ലെങ്കിൽ തെറ്റിപ്പോകുമോ എന്നൊന്നും വിചാരിച്ച ആരും മെസ്സേജ് ചെയ്യാതിരിക്കരുത്, റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് അറിയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ക്ലാസ് പോവാം. സോ നമ്മളെ കെമിക്കൽ ഫൗണ്ടേഷൻസ്, ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ ആ ഒരു മോളിക്യൂൾസ് എങ്ങനെയാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ, ആ ഒരു എവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവർക്കിടയിലുള്ള ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മോളിക്യുലർ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ഇന്ററാക്ഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടെ ഞാൻ കുറച്ച് സ്ലൈഡ്സ്, സോ സ്ലൈഡ്സ് സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ലേ? ഹലോ. ആ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറയുന്നത്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യോ, അല്ലെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്തോ? ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കുക. അതിലൊരു മടിയും വിചാരിക്കണ്ട. നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ അതിൽ ഒരു എന്തെങ്കിലും വിചാരിക്കോ, തെറ്റിപ്പോവോ, അങ്ങനത്തെ ഒന്നും വിചാരിക്കണ്ട. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്തായിട്ടും പറഞ്ഞുതരാം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചാറ്റ് ബോക്സിൽ ഇടാം. സോ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അതായത് പ്രീവിയസ് ആയിട്ട് നമ്മുടെ ബയോകെമിസ്ട്രി ഏരിയസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ക്വസ്റ്റ്യൻസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റ് അറിയാതെ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് അതിന്റെ ഒരു പാറ്റേൺസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ മാത്രമാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് കുറെ ഇത് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് ഏതാണ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്താണ്, സ്ട്രക്ചർ തന്നിട്ട് ചോദിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗ്രാഫോ ഡയഗ്രോ എന്തെങ്കിലും തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം
മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ പാറ്റേൺസ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ പോർഷൻസും നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് ആ പോർഷൻസിന്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് നമ്മൾ അന്നെടുത്ത അതിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകും. ആ ഒരു പാറ്റേൺസിലാണ് നമ്മൾ ക്ലാസ്സുകൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കെമിക്കൽ ഫൗണ്ടേഷൻസ് എന്നുള്ളതിൽ മെയിൻലി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ബുക്സുകളാണ്. ഒന്ന് നമ്മുടെ ലോഡിഷിന്റെ മോളിക്കുലാർ ബയോളജി, മോളിക്കുലാർ സെൽ ബയോളജി, പിന്നെ കാർപ്പിന്റെ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രൂസ് ആൽബർട്ട്സിന്റെ സെൽ ദ സെൽ എന്നുള്ള മോളിക്കുലാർ ബയോളജി ഓഫ് ദ സെൽ എന്നുള്ള ആ ഒരു ഏരിയാസ്, ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമുക്ക് ഈ ഒരു കെമിക്കൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ആ ഒരു ബേസിക് ഇതിലോട്ട് പോവാം. നമുക്കറിയാം ഒരു ലിവിങ് ഓർഗാനിസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ലിവിങ് സെല്ലിനകത്ത് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അല്ലെ. അതായത് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പിന്നെ ന്യൂട്രിയന്റ് യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, സെല്ല് ഗ്രോ ചെയ്യുന്നുണ്ട്, അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്, സെല്ലുകൾക്കിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഒരു സെല്ലിനകത്ത് നടക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോ ഈ ഒരു പ്രോസസ്സുകളിലൊക്കെ മെയിൻലി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ മോളിക്യൂൾസുകളാണ് അവർക്കിടയിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെയാണ് മെയിൻലി ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, മീഡിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് പറയാം. ഒരു ലിവിങ് സെല്ല് നമ്മൾ എടുത്തു നോക്കി, അല്ലെങ്കിൽ ഒരു സെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സെല്ല് ഫോം ചെയ്തിട്ടുള്ള സെല്ലിന്റെ ബേസിക് ആയിട്ടുള്ള ഇത് നമ്മൾ അറിയില്ലേ, പ്രോട്ടീൻസ് ആർ മേഡപ്പ് ഓഫ് അമിനോ ആസിഡ്സ്, അതുപോലെ സെൽസ് ആർ മേഡപ്പ് ഓഫ്, നമുക്ക് എന്ത് പറയാം, സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് വെച്ചിട്ടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെല്ലിന്റെ ഡിഫറെന്റ് പാർട്സുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന്റെ കമ്പോണൻസ് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് സെൽസ് ആർ മേഡപ്പ് ഓഫ്, എന്ത് വെച്ചിട്ടാണ് സെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള, എന്ത് പറ്റി, ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞോ. സെൽ ഓർഗനൽസ് ഉണ്ട് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഉണ്ട്. നമ്മളൊരു സെല്ല് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്ന കുറെ മോളിക്യൂൾസ് അല്ലെ. യെസ്, ബയോമോളിക്യൂൾസ്. ഓക്കെ, ബയോമോളിക്യൂൾസ് വെച്ചിട്ടാണ് നമ്മുടെ സെല്ലുകൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സെല്ലിന്റെ ഒരു പാർട്ടാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ മെംബ്രെയിൻസിന്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? മെംബ്രെയിൻസിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റും? പ്രോട്ടീൻസുകൾ ഉണ്ട്, പിന്നെ കാർബോഹൈഡ്രേറ്റ്സുകൾ ഉണ്ട്, ലിപ്പിഡ്സുകൾ ഉണ്ട് അല്ലെ. മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സുകളാണ്. ലിപ്പിഡ്സുകൾ ഒരു മോളിക്യൂളാണ്. അത്തരത്തിൽ ഇപ്പൊ ക്രോമസോമിന്റെ കേസ് എടുക്കുവാണെങ്കിൽ എന്താണ്, അതിനകത്തുള്ള DNA പിന്നെ ഒരു മോളിക്യൂളാണ് അല്ലെ. അതുപോലെ തന്നെ പ്രോട്ടീൻസ്, അങ്ങനെ ഒരുപാട് മോളിക്യൂൾസുകൾ ചേർന്നിട്ടാണ് നമ്മളൊരു സെല്ല് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. ഈ മോളിക്യൂൾസുകൾ എന്തുകൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? ആറ്റംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ആ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ, അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് നെക്സ്റ്റ് മോളിക്യൂൾ, ദെൻ നമ്മുടെ ഈ പറയുന്ന ലാർജ് ആയിട്ടുള്ള മാക്രോ മോളിക്യൂൾസിലോട്ടൊക്കെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു സെല്ലിന്റെ അതിന്റെ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും മെയിൻലി ഡിഫൈൻ ചെയ്യുന്നത് ഈ മോളിക്യൂൾസും അതുപോലെ തന്നെ ഈ ആറ്റങ്ങൾസിന്റെയും പ്രോപ്പർട്ടീസും അവർക്കിടയിൽ ഉണ്ടാവുന്ന ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് ആദ്യം ആ ഒരു കാര്യം പഠിക്കാം. ഈ കാര്യങ്ങൾ സ്ട്രക്ചർ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. നമ്മൾ പണ്ടേ കേട്ട കാര്യങ്ങളാണ്. സോ എല്ലാവരും ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാം. സോ നമ്മൾ ആദ്യം ആറ്റത്തിന്റെ സ്ട്രക്ചറിലോട്ട് പോവാണ്. ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട് ഒരു ആറ്റത്തിനകത്ത്, എന്തൊക്കെ കൊണ്ട് നിർമ്മിതമാണ് നമ്മൾ ഒരു ആറ്റം എന്ന് പറയുന്നത്, എന്തൊക്കെയുണ്ട്? ഷോർട്ടായിട്ട് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ, നിങ്ങൾ ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല, ഷോർട്ടായിട്ട് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. എന്തൊക്കെയാണ് ഒരു ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആറ്റം എന്ന് പറയുമ്പോൾ എന്താണ്?
എന്താണ് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് അല്ലേ. ഉം. അതായത് ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസും പിന്നെ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസ്, ഇത് രണ്ടും ചേർന്നാണ് നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അറൗണ്ട് ആയിട്ട് നമുക്കൊരു ഇലക്ട്രോൺ ക്ലൗഡ് കാണാൻ വേണ്ടി പറ്റും അല്ലെ. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് ഒരു ക്ലൗഡ് കാണാൻ വേണ്ടി പറ്റും. ഈ ഇലക്ട്രോൺസ് ഒക്കെ ആക്ച്വലി കാണപ്പെടുന്നത് ഒരു എനർജി ലെവലിലാണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ എനർജി ലെവലിലാണ് ഇലക്ട്രോൺസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ എനർജി ലെവലിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഷെല്ലുകൾ. കേട്ടിട്ടുണ്ടാവുമല്ലോ ഷെല്ലുകള്. ഏതൊക്കെയാണ് നമ്മുടെ ഷെല്ലുകൾ? ഏതൊക്കെയാണ് നമുക്കറിയുന്നത്? നമ്മുടെ ഷെല്ലുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? നമ്മൾ പണ്ടേ പഠിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഷെല്ല് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഷെല്ലുകള് ഒരാറ്റത്തിന്റെ? ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഷെല്ലുകൾ? ഏതൊക്കെയാണ്? ആ, KLMN അല്ലെ. എല്ലാരും ചാറ്റ് ചെയ്യാട്ടോ, എല്ലാരും റെസ്പോണ്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. എന്നാലേ നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും നിങ്ങൾക്കും അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുള്ളൂ. എത്രത്തോളം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും. സോ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. സോ KLMN നമ്മൾ പണ്ടേ അറിയുന്ന കാര്യമാണ്. KLMN നമ്മുടെ ഷെല്ല് എന്ന് പറയുന്നത്. ഷെല്ലിനകത്ത് എന്തുണ്ട്? സബ് ഷെല്ലുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഓർബിറ്റൽസ് ഉണ്ട്. ഇലക്ട്രോൺസ് കാണുന്ന ആ ഒരു ക്ലൗഡ് കാണുന്നതാണ് ആ ഒരു എനർജി ലെവൽ സ്പെസിഫിക് റീജിയൻ ആണ് നമ്മുടെ ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസുകൾ ഉണ്ടല്ലോ. ആ ഷെല്ലിൽ ഉണ്ടാകുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, കെയിലാണെങ്കിൽ നമുക്കറിയാം 2 ഇലക്ട്രോൺസ് ആണ്, എല്ലിലാണെങ്കിൽ 8 ഇലക്ട്രോൺസ് ആണ്, എമ്മിലാണെങ്കിൽ 18 ഇലക്ട്രോൺസ്, എന്നിലാണെങ്കിൽ 32 ഇലക്ട്രോൺസ് ആണ്. സോ അതില് നമ്മുടെ എന്താ ഈ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 2n² എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ. അതിൽ എന്ന് പറയുന്നത് നമ്മുടെ ഷെല്ലിന്റെ നമ്പർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് പറയാ. അത് വെച്ചിട്ടാണ് ഫസ്റ്റ് ഷെല്ല്, L2 സെക്കൻഡ്, അങ്ങനെ അത് വെച്ചിട്ടാണ് എന്ത് ഈ എന്നിന്റെ അടുത്ത് അപ്പൊ K ആണെങ്കിൽ 1 കൊടുക്കും, L ആണെങ്കിൽ 2 കൊടുക്കും, M3 അറിയാവുന്നതാണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്പർ ഓഫ് സബ് ഷെൽസ് എന്ന് പറയുന്നത് ആക്ച്വലി n തന്നെയാണ്. എത്ര ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടോ അത് n ആണ് ആക്ച്വലി നമ്പർ ഓഫ് എന്ത് സബ് ഷെൽസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് n² ആണ്. അതിന്റെ സ്ക്വയർ, എന്നിന്റെ സ്ക്വയർ ആണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2n². ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ നമ്മുടെ സബ് ഷെല്ലുകളാണ് S, P, D, F, ഇതൊക്കെ സബ് ഷെല്ലുകളാണ്. പിന്നെ ഓർബിറ്റൽസ് നമ്മൾ പറഞ്ഞു. ഓരോ ഓർബിറ്റൽസിനും എന്ന് വെച്ചാൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, മാക്സിമം ഓഫ് 2 ഇലക്ട്രോൺസിന് ഓരോ ഓർബിറ്റൽസിനകത്തും ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഓർബിറ്റൽസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പുകൾ ഉണ്ട്. ഇപ്പൊ S ഓർബിറ്റൽസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ സ്ഫെറിക്കൽ ആയിട്ടുള്ള ഷേപ്പാണ്. ഇനി നമ്മുടെ P ഓർബിറ്റൽസ് ആണെങ്കിൽ ഡംബൽ ഷേപ്പ് ആണ് അല്ലെ. ഇനി D ആണെങ്കിൽ ഒരു ക്ലോവർ ലീഫ് ലൈക്ക് ആയിട്ടുള്ള ഒരു ക്ലോവർ ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് D ഓർബിറ്റൽസിന്. F ഓർബിറ്റൽസിനെയാണ് കുറച്ചുകൂടെ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആണ് F ഓർബിറ്റൽസിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത് SPDF ആണ്. സോ അതാണ് ഓർബിറ്റൽസ്, ഷെല്ലുകൾ, സബ് ഷെല്ലുകൾ, അവർക്ക് അതിലുണ്ടാകുന്ന ഇലക്ട്രോൺസിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ. സോ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ടേബിൾ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു ടേബിൾ ആയിട്ട് കൊടുത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ പണ്ടേ പഠിക്കുന്ന ഒരു ഇതാണ് ഈ പറയുന്ന സബ് ഷെൽസിലെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ടേ പഠിക്കുന്നത് അല്ലെ. 1s, 2s, 2p, 3s, 3p, 4s, 3d, അങ്ങനെ നമ്മൾ പഠിച്ച ആ ഒരു ഓർഡർ ഒക്കെ ആക്ച്വലി നമുക്ക് ഒരിക്കലും അങ്ങനെ CSIR ഈ
കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഈ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് ഓർത്തെടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ഓർത്തിരിക്കുക, എന്താണ് ഷെല്ല്, സബ് ഷെല്ല്, അതുപോലെ തന്നെ ഓർബിറ്റൽസ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഓർബിറ്റൽസ്, ഷെല്ല് അങ്ങനെയൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. സോ അതുകൊണ്ട് ജസ്റ്റ് കൺസെപ്റ്റുകൾ പറഞ്ഞതേ ഉള്ളൂ. സോ ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ സിമ്പിൾ കാര്യമാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, നമ്മൾ പണ്ടേ പഠിച്ചതാണ്, ജസ്റ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പോവാണ്. ക്ലിയർ അല്ലേ? നിങ്ങൾ വിചാരിക്കണ്ടാവും CSIR ഇത്ര സിമ്പിൾ ആണോന്ന്. സിമ്പിൾ അല്ല. CSIR കുറച്ചുകൂടെ ഹയർ ലെവൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ആ ബേസ് അറിയാണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ കൺസെപ്റ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. സോ സോ ഇവിടെ നമ്മളെ പീരിയോഡിക് ടേബിളിലെ നമ്പർ ഓഫ് ആറ്റംസിന്റെ ഒരു ഇലക്ട്രോണിക് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ട് കാണാൻ വേണ്ടി പറ്റും. ഹൈഡ്രജൻ, ലിഥിയം, കുറെ ഇത് അതിന്റെ സ്ട്രക്ചറും ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, ന്യൂക്ലിയസില് ചാർജ്, കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിലോട്ട് പോകുന്നതിന് മുന്നേ ആറ്റവും എലമെന്റും ഒന്നാണോ? ആറ്റം, എലമെന്റ്, എന്താ ആറ്റം, എന്താണ് എലമെന്റ്, എന്താണ് മോളിക്യൂള്, എന്താണ് കോമ്പൗണ്ട്, ഇതൊക്കെ ഒന്നാണോ? ഇവര് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? എന്താണ് ആറ്റവും എലമെന്റും എന്നാണ് സെയിം തന്നെയാണോ? ആറ്റം തന്നെയാണോ എലമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലമെന്റ് തന്നെയാണോ? ചിലപ്പോൾ നമുക്കും ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ആറ്റവും എലമെന്റും രണ്ടും ഒന്നല്ലേ നല്ല കൺഫ്യൂഷൻസ് ഒക്കെ. അല്ലെങ്കിൽ മോളിക്യൂൾ, കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് മോളിക്യൂൾ തന്നെയല്ലേ കോമ്പൗണ്ട്, കോമ്പൗണ്ട് തന്നെയല്ലേ മോളിക്യൂൾ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. എന്താണ് എന്താണ് ആറ്റം, അല്ലെങ്കിൽ എന്താണ് ആറ്റവും മോളിക്യൂളും, ആറ്റവും എലമെന്റും രണ്ടും സെയിം ആണോ? എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? ആറ്റവും എലമെന്റും രണ്ടും ഒന്ന് തന്നെയാണോ? ഒരേ കൺസെപ്റ്റ് തന്നെയാണോ? കൺസെപ്റ്റ് എന്നല്ല, ഒരേ ഇത് തന്നെയാണോ? സെയിം തന്നെയാണോ? ആറ്റം എന്ന് പറയുന്നത് തന്നെയാണോ? മോളിക്യൂള് സെയിം അല്ല അല്ലെ? സെയിം അല്ല. അവര് തമ്മിൽ എന്തൊക്കെയോ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സെയിം അല്ല. സോ എന്താണ് ആറ്റം എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള, ആറ്റം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. എന്ത് ആറ്റം എന്ന് പറയുന്നത്? ഓക്കെ, ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. ഒരു എലമെന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ആറ്റം എന്ന് പറയുന്നത്. എലമെന്റ്സ് എന്ന് പറയുന്നത് കുറെ ആറ്റംസുകൾ അല്ലെ, അതായത് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസുകൾ ഉള്ള, ന്യൂക്ലിയസിനകത്ത് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസുകൾ ഉള്ള കുറെ ആറ്റംസുകൾ ചേർന്നതാണ് പ്യുവർ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ കാർബൺ എന്താണ്? ഒരു എലമെന്റ് ആണ്. ഓക്സിജൻ, അല്ലെങ്കിൽ അതായത് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു ആ ഒരു സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആറ്റം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇതാണ് ആറ്റാണ് നമ്മൾ എന്താ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മൾ അതൊരു ആറ്റം. ആ ഇൻഡിവിജ്വൽ ആറ്റംസ് കുറെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, സെയിം ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആറ്റംസിന്റെ ആ ഒരു ഗ്രൂപ്പ്, അതിന്റെ ആ ഒരു ടൈപ്പിനെ നമ്മൾ പറയുന്ന പേര്, ആ ഒരു ടൈപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെന്റ് എന്ന് പറയുന്നത്. കാർബൺ, അതായത് കാർബൺ എലമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാർബൺ ആറ്റംസ് ഉണ്ടാവും. ഓക്സിജൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ നൈട്രജൻ എലമെന്റ്. സോ അതാണ് എലമെന്റും ആറ്റവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാം, അറിയുന്ന ഉണ്ടാവും, നമുക്ക് അറിയാമായിരിക്കും. ജസ്റ്റ് എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എലമെന്റ് ആൻഡ് ആറ്റം എന്ന് പറയുന്നത്. പിന്നെ മോളിക്യൂളും കോമ്പൗണ്ടും, അതും ഈ പറയുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ് മോളിക്യൂളും എലമെന്റും എന്ന് പറയുന്നത്, മോളിക്യൂളും കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എന്തല്ല, സെയിം അല്ല. മോളിക്യൂൾ എന്ന് വെച്ചാല് രണ്ടോ അതിൽ കൂടുതലോ ആറ്റംസ് കെമിക്കലി ബോണ്ട് ചെയ്തിട്ട്, ഓക്കെ, ബോണ്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടോ അതിൽ കൂടുതലോ ആറ്റംസുകൾ കെമിക്കലി ബോണ്ട് ചെയ്ത് ഉണ്ടാവുന്നതാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടോ അതിൽ കൂടുതൽ ആറ്റംസ് എന്ന് പറഞ്ഞല്ലേ, അപ്പൊ ഒന്നുകിൽ ഈ പറയുന്ന ആറ്റമുകൾ എന്തായിരിക്കാം? സെയിം ആയിട്ടുള്ള ആറ്റംസ് തമ്മിൽ ഈ പറയുന്ന കെമിക്കൽ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ H2 മോളിക്യൂൾ, O2 മോളിക്യൂൾ,
എന്ന് പറയുന്ന H2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് അല്ലെ, രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് കെമിക്കലി ബോണ്ട് ചെയ്തിട്ടാണ് H2 മോളിക്യൂൾ ഉണ്ടായത്. N2 മോളിക്യൂൾ ആണെങ്കിൽ രണ്ട് നൈട്രജൻ ആറ്റംസ് ചേർന്നിട്ടാണ് ഉണ്ടായത്. എന്നാൽ എല്ലായ്പ്പോഴും ഇങ്ങനെ സെയിം ആയിട്ടുള്ള ആറ്റങ്ങൾ തമ്മിൽ തന്നെ എന്ത് ചെയ്യണമെന്നില്ല, കെമിക്കലി ബോണ്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റങ്ങൾ, ഡിസിമിലർ ആയിട്ടുള്ള ആറ്റങ്ങൾ തമ്മിൽ കെമിക്കലി ബോണ്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ എന്താണ്, ഒരു മോളിക്യൂൾ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മോളിക്യൂൾ ആണ് അല്ലേ. അപ്പൊ വാട്ടറിന്റെ കേസിൽ എന്താണ്, രണ്ട് ഡിഫറെന്റ് ആയിട്ട് അതിൽ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസുകൾ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിലാണെങ്കിൽ കാർബൺ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ എന്ത് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമ്പൗണ്ട് എന്താണ്, രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സുകൾ, ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സുകൾ കെമിക്കലി കമ്പൈൻ ചെയ്തിട്ടുണ്ടായതാണ് കോമ്പൗണ്ട്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡിഫറൻസ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആറ്റം എലമെന്റും അതിലാണ് ഈ പറയുന്ന മോളിക്യൂളും കോമ്പൗണ്ടും ഡിഫർ ചെയ്തിട്ടുള്ളത്. അതായത് കോമ്പൗണ്ടിൽ എന്താ, ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സുകൾ ചേർന്നത്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പൗണ്ട് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. കാരണം എന്താ, വാട്ടറിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റുകൾ ഉണ്ടല്ലേ, ഏതൊക്കെ, ഹൈഡ്രജൻ എലമെന്റും ഉണ്ട്, ഓക്സിജൻ എലമെന്റും ഉണ്ട്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബൺ എലമെന്റും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ എലമെന്റും ഉണ്ട്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സുകൾ ചേർന്നിട്ടുണ്ടാവുന്നതാണ് എന്ത്, കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കോമ്പൗണ്ട്സുകളും മോളിക്യൂൾ ആണോ? എന്താണ് അഭിപ്രായം, എല്ലാ കോമ്പൗണ്ട്സുകളും മോളിക്യൂൾ ആണോ? എന്ത് തോന്നുന്നു, എല്ലാ കോമ്പൗണ്ട്സുകളും മോളിക്യൂൾ ആണോ? ആണോ, എല്ലാ കോമ്പൗണ്ട്സുകളും മോളിക്യൂൾ ആണോ? ഒരാൾക്ക് മാത്രമേ ഉത്തരവുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ആൻസർ ഇല്ല. എല്ലാ കോമ്പൗണ്ട്സുകളും മോളിക്യൂൾ ആണോ? കുറച്ചു പേര് മാത്രമാണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കിയുള്ള ആൾക്കാർ ഇണങ്ങാതിരിക്കുകയാണ്. എല്ലാവരും കുറച്ച് ആക്റ്റീവ് ആയിട്ട് ഇൻവോൾവ് ആവണേ. എന്താണ്, എല്ലാ കോമ്പൗണ്ട്സുകളും മോളിക്യൂൾ ആണ് അല്ലെ. യെസ്, കറക്റ്റ് ആണ്. എല്ലാ കോമ്പൗണ്ട്സുകളും എന്താണ്, മോളിക്യൂൾസ് ആണ്. എന്നാൽ എല്ലാ മോളിക്യൂൾസുകളും കോമ്പൗണ്ട്സ് ആണോ? എല്ലാ മോളിക്യൂൾസുകളും കോമ്പൗണ്ട്സ് ആണോ? നേരെ തിരിച്ച്, എല്ലാ മോളിക്യൂൾസുകളും കോമ്പൗണ്ട്സ് ആണോ? ആണോ, എല്ലാ മോളിക്യൂൾസുകളും കോമ്പൗണ്ട്സ് ആണോ? അല്ല അല്ലെ. എല്ലാ മോളിക്യൂൾസുകളും എന്തല്ല, കോമ്പൗണ്ട്സുകളല്ല. ഓക്കെ, എല്ലാ മോളിക്യൂൾസുകളും കോമ്പൗണ്ട്സുകളല്ല. കാരണം ഇപ്പൊ നമ്മള് H2 എന്ന് പറയുന്ന എന്താണ്, ഒരു മോളിക്യൂൾ ആണ്. പക്ഷെ H2 ഒരിക്കലും ഒരു കോമ്പൗണ്ട് അല്ല അല്ലെ. കാരണം H2വിനകത്ത് നമുക്കറിയാം രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് സെയിം ആയിട്ടുള്ള, അതായത് ഒറ്റൊരു എലമെന്റ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ് ഇല്ല. ഡിഫറെന്റ് എലമെന്റ് ഉണ്ടെങ്കിലാണ് അതൊരു എന്തായിട്ട് മാറുക, കോമ്പൗണ്ട് ആയിട്ട് മാറും. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സിലോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൗണ്ടും മോളിക്യൂളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ബേസിക് കൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ടാണ് ആ ഒരു മോളിക്യൂൾ, കോമ്പൗണ്ട്, ആറ്റം, എലമെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി മാറിപ്പോരുത്, മറക്കരുത്. ഓക്കെ, സോ പിന്നെ ഉള്ളതാണ് അയോൺസ് എന്ന് പറയുന്നത്. അയോൺസ് നമുക്കറിയാം ചാർജഡ് ആയിട്ടുള്ള, നമ്മുടെ Na+Cl- പോലുള്ള ചാർജഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് അയോൺസ്. പിന്നെ മാക്രോ മോളിക്യൂൾസ്, ലാർജ് ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. പിന്നെ ഈ മാക്രോ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് കുറെ മോണോമേഴ്സ്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറെ ബിൽഡിംഗ് യൂണിറ്റ്സുകൾ, ബ്ലോക്കുകൾ ഫോം ചെയ്തിട്ടാണ്. ഇപ്പൊ പ്രോട്ടീൻ ഒരു മാക്രോ മോളിക്യൂൾ ആണ്. സോ അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്, മോണോമർ എന്ന് പറയുന്നത് എന്താണ്, അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സുകൾ ചേർന്നിട്ടാണ് ഈ പറയുന്നത് എന്ത്, നമ്മുടെ പ്രോട്ടീൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പോളിമർ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പോളിമർ ഫോം ചെയ്തിട്ടുള്ളത്. സോ മാക്രോമോളിക്യൂള്, മോണോമർ, പോളിമർ, അതുപോലെ തന്നെ ഉള്ളതാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പ് എന്ന് വെച്ചാൽ സെയിം എലമെന്റ് ആയിരിക്കും ബട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂട്രോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു നമ്പർ, അറ്റോമിക് നമ്പർ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ കാർബൺ C12, C13 കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഐസോടോപ്പുകളുടെ കാര്യം. സെയിം എലമെന്റ്, ആ ഒരു ടേം എന്താണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഒരു എലമെന്റിന്
എലമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ഓക്കെ, ഒരു എലമെന്റിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ഔട്ടർ ഷെല്ലിൽ, ആ ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു എലമെന്റിന്റെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ നമ്പർ ആണ്. ഓക്കെ, ഒരു എലമെന്റിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ നമ്പർ ആണ്. ഇപ്പൊ നമുക്കിവിടെ ചില ആറ്റം, ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റം എടുത്തു കഴിഞ്ഞാൽ അവരുടെ അറ്റോമിക്, അതായത് അവരുടെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ലിഥിയവും അതുപോലെ തന്നെ സോഡിയവും എടുക്കാം. ലിഥിയവും സോഡിയവും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ ഷെല്ലിൽ എന്താണ്? ഒരു ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, ഒരു ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ സെയിം നമ്പർ ഓഫ്, അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഔട്ടർ ഷെല്ലിൽ ഉള്ളതെങ്കിൽ ആ എന്താ എലമെന്റ്സിന് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടികളായിരിക്കും. എല്ലാം ഒരേപോലെ പ്രോപ്പർട്ടീസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഓൾമോസ്റ്റ് ചില പ്രോപ്പർട്ടീസ് ഒക്കെ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഇപ്പൊ കാർബൺ സിലിക്കോണിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കാർബണിൽ 4 ഇലക്ട്രോൺസ്, സിലിക്കോണിന്റെ കേസിലും ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ അവർക്ക് 4 ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റോ ആയിട്ട് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ കാർബണിന്റെ കേസിൽ കുറച്ചുകൂടെ ഈ പറയുന്ന ലാർജ് ആയിട്ടുള്ള, ലോങ് ചെയിൻഡ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യാം, കാരണം അതിന്റെ സൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ സിലിക്കോണിന്റെ കേസിൽ എന്താണ്? കോമ്പൗണ്ട്സുകൾ കുറച്ചുകൂടെ കുറവായിരിക്കും, കാരണം അതിന് കുറച്ചുകൂടെ ലാർജർ ആയിട്ടുള്ള സൈസ് ആണ് ഉള്ളത്. പിന്നെ നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇനേർട്ട് ഗ്യാസസിന്റെ. ഏതൊക്കെയാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസസ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇനേർട്ട് എലമെന്റ്സുകളായിട്ട് നമ്മൾ പറയുന്നത്? ഏതൊക്കെയാണ് ഇനേർട്ട് എലമെന്റ്സുകൾ? നമ്മൾ പണ്ടേ പീരിയോഡിക് ടേബിൾ പഠിക്കുന്നതാണ് അല്ലെ, കുറച്ച് ഇനേർട്ട് ഗ്യാസസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഏതാണ് ഇനേർട്ട്? നമ്മുടെ ആർഗൺ, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, റാഡോൺ, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ലാസ്റ്റിൽ വരുന്ന ആൾക്കാർ അല്ലെ. അതാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്, കാരണം അവരുടെ ഔട്ടർ ഷെല്ലിൽ എന്ന് പറയുന്നത് ഫുള്ളി ഫിൽഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അത് നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സുകളാണ്. അവർക്കും ഓൾമോസ്റ്റ് എന്തായിരിക്കും? സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ അതാണ് ഇവിടെ, അതായത് ഒരു എലമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ്. ആ കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഈ പറയുന്ന ഡിഫറൻസുകൾ, ആറ്റം, എലമെന്റ്, മോളിക്യൂള്, ഇതിന്റെ ഡിഫറൻസുകൾ. പിന്നെ ഇവിടെ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കറിയാം വെർട്ടിക്കൽ ആയിട്ട്, നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് നോക്കുവാണെങ്കിൽ എന്താ ഓൾമോസ്റ്റ് അവരിൽ ഈ ഔട്ടർ ഷെല്ലിൽ ഉണ്ടാവുക 2 or 1 ഒക്കെ ഇലക്ട്രോൺസ് ആയിരിക്കും. സോ അത് യൂഷ്വലി അവർ ആ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ട് എന്താ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനാണ് നോക്കുക. എന്നാലും നമ്മൾ പിന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന കേസസിൽ എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രോൺസ്, അപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. സോ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ ബോണ്ടിങ്ങിൽ, ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് നടത്തുക. ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാനാണ് നോക്കുക. സോ നമ്മൾ ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ആറ്റത്തിന്റെ, ഹ്യൂമൻ ബോഡിയിലെ ടോട്ടൽ ആറ്റത്തിന്റെ 99%, ഓക്കെ, ടോട്ടൽ ആറ്റത്തിന്റെ 99%ഉം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള എലമെന്റ്സുകളാണ്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഓക്കെ, ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻസ് ആണ് എന്ത് 99%ഉം കാണപ്പെടുന്നത്. പിന്നെ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരു 0.9% കോൺട്രിബ്യൂഷൻസ് വരുന്നത്. പിന്നെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് വളരെ ട്രേസ് എമൗണ്ട്സിൽ മാത്രം വേണ്ടതാണ്. യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള ബോഡിയിൽ വേണ്ട എലമെന്റ്സുകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക. അതിൽ നമ്മൾ കൂടുതൽ ഇനി ഡിസ്കസ് ചെയ്യാനൊക്കെ പോകുന്നത് നമ്മുടെ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻസിനെ കുറിച്ചിട്ട്, അവരുടെ മോളിക്യൂൾസും കാര്യങ്ങളും ഒക്കെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഇനി കൂടുതലും കേൾക്കാൻ പോകുന്നത്. സോ അതില് ഹൈഡ്രജനെ നമുക്കറിയാം, അതിന്റെ ആ ഒരു ജസ്റ്റ് ആ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജസ്റ്റ് കൊടുത്തതാണ്, നമുക്ക് എഴുതാൻ അറിയാവുന്നതാണ്. അതിൽ ഈ ഒരു റെപ്രസെന്റേഷൻ എന്താണെന്ന് അറിയാലോ. അതിൽ H11 എഴുതി കഴിഞ്ഞാൽ മുകളിലത്തത് അറ്റോമിക് നമ്പറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, താഴത്തെ ആണെങ്കിൽ അറ്റോമിക് വെയിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഹൈഡ്രജനിൽ 1s1 ആണ് കോൺഫിഗറേഷൻ, കാർബണിന്റെ ആണെങ്കിൽ 1s2, 2s2, 2p2 ആണ്, നൈട്രജൻ 1s2, 2s2, 2p3 ആണ്, ഓക്സിജൻ 1s2, 2s2, 2p4 ആണ്. നമുക്കറിയുന്നതാണ്, ജസ്റ്റ് ഞാനൊന്ന് അവിടെ നോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കൂടുതലും കേൾക്കാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ ഒക്കെ കുറിച്ചിട്ടാണ്. സോ
അത്രയാണ് നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള ആറ്റം, എലമെന്റ്, മോളിക്യൂള്, കോമ്പൗണ്ട് എന്നൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ഈ പാർട്ടിലോട്ടാണ് പോകുന്നത്, ഇന്ററാക്ഷൻസ്. ഓക്കെ, അതായത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത്, ഇതൊക്കെ അവർക്കിടയിലൊക്കെ എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രോങ് ആൻഡ് വീക്ക് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സുകൾ ഉണ്ട്. ഓക്കെ, ഈ അട്രാക്റ്റീവ് ഫോഴ്സുകളാണ് ഈ പറയുന്ന മോളിക്യൂൾസിനൊക്കെ പരസ്പരം ഹോൾഡ് ചെയ്യാനും, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോളിക്യൂൾസിനെ ഹോൾഡ് ചെയ്യാനും, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ പെർമിറ്റ് ചെയ്യുന്ന, അവർക്കിടയിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള വീക്ക് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സുകളാണ്. നമുക്കറിയാം ഇവരെ തമ്മിൽ, സോറി, ഒന്ന് എക്സിറ്റ് ആയി പോയതാണ്. എല്ലാരും ജോയിൻ ചെയ്തോ? മീറ്റിംഗിന്റെ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. റീജോയിൻ ചെയ്തോ എല്ലാരും? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നേ? ആരെങ്കിലും ഒന്ന് ഓക്കെ. ഓക്കെ, സോ എന്താ നെറ്റ്വർക്ക് ഇഷ്യൂ എന്താണെന്ന് അറിയില്ല. സോ നമുക്ക് തുടങ്ങാം, ബാക്കി നോക്കാം. ഓക്കെ, സോ നമ്മള് കോവാലന്റ് ആൻഡ് നോൺ ഇന്ററാക്ഷൻസ് അല്ലെ, സ്ട്രോങ് ആൻഡ് വീക്ക് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സസ് മോളിക്യൂൾസിനെ തമ്മിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു ഗ്ലൂ ആയിട്ടുള്ള ഒരു രണ്ടിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ യൂഷ്വലി ഗ്ലൂ എന്നല്ലേ പറയാം. ഒരു ഗ്ലൂ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഇന്ററാക്ഷൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ് നമ്മുടെ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. വീക്ക് ആയിട്ടുള്ളതാണ് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. വീക്ക് ആണെന്ന് വിചാരിച്ച് നമ്മൾ അവരെ ചെറുതായി കാണണ്ട, അവരാണ് എല്ലാത്തിന്റെയും ബേസിസ് ആയിട്ടുള്ള ആൾക്കാര്. സോ നമുക്ക് ആദ്യം നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ടിനെ കുറിച്ചിട്ട് നോക്കാം. എങ്ങനെയാണ് ഈ പറയുന്ന കോവാലന്റ് ബോണ്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ? കോവാലന്റ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്, എന്തുവഴിയാണ്? ഇലക്ട്രോൺസിന് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴി അല്ലെ. ഇലക്ട്രോൺസ് രണ്ട് അല്ലെങ്കിൽ ബിറ്റ്വീൻ ആറ്റംസിന് അടിയിൽ ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് നടക്കുന്നത് വഴി ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഈ പറയുന്ന കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താ, ഒന്നെങ്കിൽ സിംഗിൾ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാം. ഒന്നെങ്കിൽ എന്താ, സിംഗിൾ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ ഫോം ചെയ്യുന്ന സിംഗിൾ ബോണ്ട് ആയിരിക്കും. അല്ലെങ്കിൽ ടു പെയർസ് ഓഫ് ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മൾ O2 മോളിക്യൂളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ, ഓ ഡബിൾ ബോണ്ട് ഓ ആണല്ലേ. അവിടെ എന്താ, രണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഡബിൾ ബോണ്ട് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി നമ്മുടെ N2 കേസ് എടുത്തു കഴിഞ്ഞാൽ N ട്രിപ്പിൾ ബോണ്ട് എന്നാണ് നമ്മൾ പറയുക. അതായത് 3 പെയർസ് ഓഫ് ഇലക്ട്രോൺസിന് ഈ പറയുന്ന രണ്ട് നൈട്രജൻ ആറ്റംസിന് ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയറിങ് നടക്കുന്നുണ്ട്. സോ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. സോ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ദേ ഷെയർ അല്ലെ, അവര് ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ പെയർസ് ബേസ് ചെയ്തിട്ട് തന്നെ സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്സ് ഉണ്ട്. നമുക്കറിയാം, ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം. ഇതിൽ ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്? ഈ സിംഗിൾ ഡബിൾ ട്രിപ്പിൾ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതാണ് സ്ട്രോങ്? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഏതാണ്? ഏത് കോവാലന്റ് ബോണ്ട് ആണ്? സിംഗിൾ ആണോ, ഡബിൾ ആണോ, ട്രിപ്പിൾ ആണോ? ഏതാണ് ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്? ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്? സിംഗിൾ ആണോ, ഡബിൾ ആണോ, ട്രിപ്പിൾ ആണോ? ഏതാണ്? സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ, ഏതാണ്? ട്രിപ്പിൾ ബോണ്ട് അല്ലേ കുറച്ചുകൂടി സ്ട്രോങ് എന്ന് പറയുന്നത്, അല്ലേ? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ട്രിപ്പിൾ ആണ്. ഓക്കെ,
ട്രിപ്പിൾ ബോണ്ട് ആണ്, അതായത് ട്രിപ്പിൾ ബോണ്ട് പിന്നെ ഡബിൾ ബോണ്ട് ദെൻ സിംഗിൾ ബോണ്ട്. ഓക്കെ, ഇതൊന്ന് സിംഗിൾ ബോണ്ട് തീരെ സ്ട്രോങ് അല്ല എന്നല്ല, നമ്മൾ ഈ മൂന്നെണ്ണം പറയുമ്പോൾ അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ട്രിപ്പിൾ ബോണ്ട് ആണ്. കാരണം അവർക്കിടയിൽ 3 pairs ഓഫ് ഇലക്ട്രോൺസിന്റെ ഷെയറിങ് നടക്കുന്നുണ്ട്. സോ ആ ഒരു ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത്രയും എനർജി കൊടുത്താലാണ് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണെന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മള് കോവാലന്റ് ബോണ്ടിൽ നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിന് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് പറയും. പിന്നെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിന് നമ്മൾ പൈ ബോണ്ട്സ്, അതായത് എല്ലാ സിംഗിൾ ബോണ്ട്സും എന്തായിരിക്കും, സിഗ്മ ബോണ്ട്സ് ആയിരിക്കും. ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്സിന് ഒരു സിഗ്മ ബോണ്ട് ഉണ്ടായിരിക്കും, റിമൈനിങ് എന്ന് പറയുന്നത് പൈ ബോണ്ട്സുകളായിരിക്കും. ഓക്കെ, പി ഓർബിറ്റൽസ് തമ്മിൽ ഷെയർ ചെയ്യുന്നതാണ് പൈ ബോണ്ട്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു മോളിക്യൂൾസിനകത്ത് വളരെ അബണ്ടന്റ് ആയിട്ട് കാണുന്നതാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻസ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. സോ ഈ മോളിക്യൂൾസ് എപ്പോഴും ഈ പറയുന്ന ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട്, അതായത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ട് ആയിരിക്കും ഉണ്ടാവുക. അവരൊരിക്കലും ഐസൊലേറ്റഡ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ എൻറ്റൈറ്റീസ് ആയിട്ട് നമുക്ക് ഐസൊലേറ്റഡ് എൻറ്റൈറ്റീസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് എല്ലാ മോളിക്യൂൾസിന്റെ കേസിലും അവരുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് കാർബൺ ആയിരിക്കും. അതായത് അതിൽ മേജർ ആയിട്ട് കാർബൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ മോളിക്യൂൾസ് ഇന്ററാക്ട് ചെയ്ത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും, ജോമെട്രി ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ജോമെട്രിയിലായിരിക്കും അവരുടെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു ജോമെട്രി മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നത് 3 ഫാക്ടേഴ്സ് ആണ്. അതായത് അതിന്റെ ആറ്റത്തിന്റെ സൈസ്, ആ ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ, ഇത് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ജോമെട്രി എങ്ങനെ ഇരിക്കണം. ഓക്കെ, ലീനിയർ ആയിരിക്കണോ, ബെൻഡ് ആയിരിക്കണോ, കുറെ ജോമെട്രി ടൈപ്സുകൾ നമുക്ക് അറിയാലോ, ടെട്രാഹീഡ്രല്, അങ്ങനെ ഓരോ ടൈപ്സ് ഉണ്ടല്ലോ. സോ അതിൽ ഏത് ജോമെട്രി ആണ് അവർ അറ്റൈൻ ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പറയുന്ന ആറ്റത്തിന്റെ സൈസ്, ഇലക്ട്രോൺസ്, ന്യൂക്ലിയസിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോൺസ് അവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പേഴ്സ് ഒക്കെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നമ്മുടെ മീഥെയിന്റെ കേസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കറിയാം കാർബണ് 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 4 ഹൈഡ്രജൻ ആറ്റംസും ആയിട്ട് ഷെയർ ചെയ്യും, CH4. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാവുന്നത് സിംഗിൾ ബോണ്ട് ആണ്, ഒരു CH സിംഗിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. സോ മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ മീഥെയിന്റെ കേസ്. ഓക്കെ, മീഥെയിന്റെ കേസ്, സോറി, ഫോർമാൽഡിഹൈഡിന്റെ കേസ്. ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം CH2O ആണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അതിനകത്ത് കാർബണും 2 ഹൈഡ്രജൻ ആറ്റം പിന്നെ ഒരു ഓക്സിജൻ ആറ്റം ആണ് ഉള്ളത്. കാർബൺ ഹൈഡ്രജനുമായിട്ട് സിംഗിൾ ബോണ്ടും കാർബൺ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ടും ആണ് ഫോം ചെയ്യുന്നത്. ഈ OCH ആ ഒരു ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 120 ഡിഗ്രി ആണ് വരുന്നത്. പിന്നെ ഈ ഒരു കാർബൺ ഹൈഡ്രജൻ ഈ ഒരു സിംഗിൾ ബോണ്ട് എപ്പോഴും എന്തായിരിക്കും, നമുക്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ആറ്റത്തിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഡബിൾ ബോണ്ട്സ് ഒരിക്കലും ഈസിലി റൊട്ടേറ്റബിൾ അല്ല. പിന്നെ ഉള്ളത് നമ്മുടെ മീഥെയിന്റെ കേസ് നമ്മൾ പറഞ്ഞു, ഒരു കാർബണും 4 ഹൈഡ്രജൻ ആറ്റംസും ആണ് ഉള്ളത്. സിംഗിൾ ബോണ്ട്സ് ആണ്, CH സിംഗിൾ ബോണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ആ ഒരു HCH ആ ഒരു ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഒരു 109.5 ഡിഗ്രി ആ ഒരു റേഞ്ചിലാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ജോമെട്രി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ആ ഒരു ജോമെട്രിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇവിടെയും എന്താണ് കാർബൺ ഹൈഡ്രജൻ തന്നെയാണ്, അതൊരു സെയിം പ്ലെയിനിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവരുടെ മീഥെയിന്റെ കേസിൽ അതിനൊരു ടെട്രാഹിഡ്രൻ ജോമെട്രി ആണ് വരുന്നത്. ഓക്കെ, സോ ജോമെട്രി എന്ത് ചെയ്യും, ഡിപ്പെൻസ് അപ്പോൺ അതിന്റെ ആറ്റത്തിന്റെ സൈസ്, ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിലെ ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോന്നിലും ജോമെട്രി എന്തായിരിക്കും, ഡിഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവിടെ പറയേണ്ട മറ്റൊരു ടേം ആണ് നമ്മുടെ അസിമെട്രിക്
കാർബൺ, അല്ലെങ്കിൽ അതായത് കാർബണിന് നമ്മൾ പറഞ്ഞു 4 വാലൻസി ആണ് ഉള്ളത്, 4 ആറ്റവും ആയിട്ട് അവർക്ക് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു, ഇലക്ട്രോൺ ഷെയറിങ്. സോ അങ്ങനെ ഇലക്ട്രോൺ ഷെയറിങ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആ 4 ആറ്റംസും അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ആ 4 ആറ്റംസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണെങ്കിൽ, ഡിസിമിലർ ആണെങ്കിൽ, അത്തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിമെട്രിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സെൻട്രലിലുള്ള കാർബൺ എന്ന് പറയുന്നത് ഇത് CO മൈനസ് ആണ്, മറ്റൊരു ഗ്രൂപ്പ് ഓക്കെ, ആറ്റം തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓക്കെ, ഡിസിമിലർ ആയിട്ടുള്ള ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ. ഒന്ന് ഹൈഡ്രജൻ ആറ്റാണ്, പിന്നെ 6 നമ്മുടെ സൈഡ് ചെയിൻ ഗ്രൂപ്പാണ് വരുന്നത്. സോ അങ്ങനെ 4ഉം എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ആറ്റംസ് വെച്ചിട്ടാണ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. സോ അതിനെയാണ് നമ്മൾ അസിമെട്രിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ അസിമെട്രിക് കാർബൺ ഒരു ടെട്രാഹൈഡ്രൽ ഓറിയന്റേഷനിൽ വരുമ്പോൾ അവർക്ക് 2 തരത്തിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. 3 ഡയമെൻഷണൽ സ്പേസിൽ 2 തരത്തിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിന്റെ ഭാഗമായിട്ട് 2, അതായത് മിറർ ഇമേജസ്, 2 ആ ഒരു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് മിറർ ഇമേജസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഡി ഐസോമറിനും എൽ ഐസോമറിനും കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പ്രോപ്പർട്ടീനെയാണ്, അങ്ങനെ മിറർ ഇമേജസ് ഫോം ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈറാലിറ്റി എന്ന് പറയുന്നത്. അത്തരം മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഓർ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന കൈറാലിറ്റി, ഐസോമേഴ്സ്, അതിന്റെ എക്സാമ്പിൾസ് അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ആ ഒരു ടേം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. നമുക്ക് അറിയുന്നത് തന്നെയാണോ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ കോവാലന്റ് ബോണ്ടിൽ സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ്. അതിന്റെ ഒരു ബോണ്ട് ഒരു ജോമെട്രി, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജോമെട്രി ഉണ്ടായിരിക്കും. സോ അതിൽ 2 എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. പിന്നെ ഐസോമേഴ്സിന്റെ ആ ഒരു ടേമും കാര്യങ്ങളും ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. ഓക്കെ, സോ നമ്മള് ഇപ്പൊ കാർബണിന്റെ കേസാണ് പറഞ്ഞത് അല്ലെ, അതായത് നമ്മളെ മെയിൻലി ഹ്യൂമൻ ബോഡിനകത്തുള്ള അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ കേസിൽ നമ്മള് കാർബണിന്റെ കേസിൽ കാർബണിന് 4 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ അത് കൂടാതെ നമ്മുടെ ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്സിജന്റെ കേസിൽ 2 കോവാലന്റ് ബോണ്ടാണ്. അത് കൂടാണ്ട് അവർക്ക് 2 ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് മോളിക്യൂൾസിനിടയിലുള്ള ഒരു ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് സ്റ്റെബിലൈസ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സൾഫറിന്റെ കേസിലാണെങ്കിൽ 2, 4, 6 മാക്സിമം 6 കോവാലന്റ് ബോണ്ട്സ് വരെ അതിന് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. നൈട്രജൻ ആണെങ്കിൽ 3, 4, യൂഷ്വലി 3 കോവാലന്റ് ബോണ്ടിങ്ങിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഫോസ്ഫറസ് ആണെങ്കിൽ 5 കോവാലന്റ് ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അതിന്റെ നമുക്ക് ആ ഒരു എത്ര ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞതാണ്. പിന്നെ ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ ഒരു ഷേപ്പ്, അതിന്റെ ഒരു ഷേപ്പ് ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ആറ്റങ്ങൾ, ആ മോളിക്യൂളിലെ ആറ്റത്തിനിടയിൽ ഫോം ചെയ്തിട്ടുള്ള ബോണ്ടാണ്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ബോണ്ട് മാറുന്നതിനനുസരിച്ച് അതിന്റെ ജോമെട്രിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ, അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറ്റം വരും. സോ ആ ഒരു കാര്യം. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സിംഗിൾ ബോണ്ട്സ് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ ആറ്റംസിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. പക്ഷെ ഡബിൾ ബോണ്ട്സ് വരുന്ന കേസിൽ ആ ഒരു ഫ്രീ റൊട്ടേഷൻസ് അവിടെ ലാക്കിംഗ് ആണ്. സോ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന എന്താണ് കോവാലന്റ് ബോണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് പോളാർ ആൻഡ് നോൺ പോളാർ കോവാലന്റ് ബോണ്ടുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പോളാർ ആൻഡ് നോൺ പോളാർ കോവാലന്റ് ബോണ്ട് എന്താണ് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ എന്തായിട്ടും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴിയാണ്. എപ്പോഴും ഈ ഷെയറിങ് എന്താ ഈക്വൽ ആയിരിക്കോ? ഇല്ല. എന്താ, ഒന്നുകിൽ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അൺഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോ ചില മോളിക്യൂൾസിൽ എന്ന് പറയുന്നത് 2 ആറ്റംസിൽ ഈക്വൽ ആയിട്ട് ഷെയറിങ് നടക്കും. എന്നാൽ ചില മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ആറ്റം എന്ന് പറയുന്നത് അതിന്റെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് കൂടുതലായിരിക്കും.
ഓക്കെ, കമ്പയർഡ് ടു ദ അതർ ആറ്റം. ഓക്കെ, കമ്പയർഡ് ടു ദ അതർ ആറ്റം അതിന്റെ ന്യൂക്ലിയസിന് എന്താ പോസിറ്റീവ് ചാർജ് കൂടുതലായിരിക്കും. ഈ പോസിറ്റീവ് ചാർജ് വെച്ചിട്ട് ആ ആറ്റം എന്ത് ചെയ്യും, അതിന്റെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, അതിന്റെ ന്യൂക്ലിയസിന് അടുത്തോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അപ്പുറത്തെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ഇലക്ട്രോൺ ഷെയറിംഗിൽ ഇൻവോൾവ് ചെയ്യുന്ന ആറ്റം കൂടി ഈ പറയുന്ന ആറ്റത്തിന് അടുത്തോട്ട് കുറച്ചുകൂടി എന്താവും, ക്ലോസ് ആയിട്ട് വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഒരു ആറ്റത്തിന് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആറ്റത്തിന് നമ്മൾ എന്ത് പറയുന്നു, ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എന്ന് പറയുന്നു. ഓരോ ആറ്റത്തിന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ എന്താണ്, ഡിഫറെന്റ് ആണ്. നൈട്രജൻ, ഓക്സിജൻ ഇതൊക്കെയാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോളാർ ആൻഡ് നോൺ പോളാർ കോവാലന്റ് ബോണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഈ ആറ്റംസ് ഇങ്ങനെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ ആറ്റംസിന് ഇടയിലുള്ളത് അല്ലെങ്കിൽ ആ ആറ്റംസിന് ഐഡന്റിക്കൽ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് ആണെങ്കിൽ, സിമിലർ അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് ആണെങ്കിൽ അവർക്കിടയിൽ എന്താ, ഈക്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുക. ഓക്കെ, രണ്ടിനും ഒരേ ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് ആണ്. അപ്പൊ ആരും എന്താണ് അങ്ങോട്ട് അട്രാക്ട് ചെയ്യാനോ അതിനടുത്തോട്ട് വലിക്കാനോ ഒന്നും പോലെ. ഇപ്പൊ സി അല്ലെങ്കിൽ CH ഓൾമോസ്റ്റ് എന്തായിരിക്കും, സിമിലർ ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് ആണ് കാർബണോ ഹൈഡ്രജന്റെ കേസിൽ. സോ അവരുടെ കേസിൽ എന്താ, ആ ഒരു ഒന്നിനടുത്തോട്ട്, ഒരു അറ്റത്തിനടുത്തോട്ട് മറ്റേതിന് ആ ഒരു അട്രാക്ഷൻ അവിടെ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈക്വൽ ഷെയറിംഗ് ആണ് നടക്കുന്നത്. സോ അത്തരത്തിലുള്ള ബോൺസിനെയാണ് നമ്മൾ നോൺ പോളാർ കോവാലന്റ് ബോൺസ് എന്ന് പറയുന്നത്. എന്നാൽ ചില മോളിക്യൂൾസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഈ പറയുന്ന അതിനകത്തുള്ള ആറ്റംസിന് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് ആയിരിക്കും. സോ അവർക്കിടയിൽ എന്താ, അൺഈക്വൽ ആയിട്ടുള്ള ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് നടക്കുക. സോ അത്തരം ബോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളാർ കോവാലന്റ് ബോൺസ് എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾ H2O എന്ന് പറയുന്നത്. H2Oയിലെ ഈ OH ബോണ്ട്. ഓക്കെ, OH എന്താണ്, ഒരു പോളാർ ബോണ്ട് ആണ്. ഓക്കെ, നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റ് ആണ് അല്ലെ. ഈ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, കമ്പയർഡ് ടു ദ ഹൈഡ്രജൻ അതിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. സോ ഓക്സിജൻ എപ്പോഴും എന്ത് ചെയ്യും, ഈ ഹൈഡ്രജനെ അതിനടുത്തോട്ട് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഓക്കെ, അതിനെ ക്ലോസ് ആയിട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും, ഇവിടുത്തെ ഹൈഡ്രജനെ അവരെന്ത് ചെയ്യും, അതിനടുത്തോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ ഓക്സിജന് ഓവറോൾ എന്ത് ചെയ്യും, ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, എന്നാല് ഹൈഡ്രജന്റെ ആ ഒരു എൻഡിലോട്ട് എന്തായിരിക്കും, ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സിംഗിൾ OH ബോണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താ, ഒരെൻഡില് പാർഷ്യൽ നെഗറ്റീവ് ചാർജും മറ്റേ എൻഡിൽ എന്താ, പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്തു. രണ്ട് എൻഡും എന്താണ്, ഡിഫറെന്റ് ആയി അല്ലെ, ഒരു എൻഡ് പോസിറ്റീവും ഒരു എൻഡ് നെഗറ്റീവും. ഇത്തരത്തില് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജിന്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡൈപോൾ, രണ്ട് പോൾ എന്താണ്, ഡിഫറെന്റ് ആണെങ്കിൽ. ഓക്കെ, ഇവിടെ മനസ്സിലായാലോ, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം എന്ത് ചെയ്യും, അതിനടുത്തോട്ട് മറ്റേ കുറഞ്ഞ ആറ്റം, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തിന് അതിനടുത്തോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് കുറച്ചുകൂടി അതിന്റെ മറ്റേന്റെ ഇലക്ട്രോൺസിനെയും കൂടി ഇവരെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് ആ ഒരു ഹോൾഡ് ചെയ്ത് പിടിച്ച് വെക്കുക, കുറച്ചുകൂടെ അട്രാക്ട് ചെയ്ത് വെക്കുക. സോ അതിന് ആ ഒരു നെഗറ്റീവ് ചാർജ് കുറച്ചുകൂടെ കൂടും. പക്ഷെ മറ്റേ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ലൈറ്റ് പാർഷ്യൽ ഇതൊരു ചാർജ് എന്ന് പറയുന്നതിന് H+ ആയി മാറുന്നു അങ്ങനെയല്ല കേട്ടോ. ആ ഒരു പാർഷ്യൽ ചാർജ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് വരുന്നത്. സോ OH ബോണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ OH എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ ഈ പറയുന്ന ചാർജ് സെപ്പറേഷന്റെ സ്ട്രെങ്ത് അല്ലെ, ആ ചാർജ് സെപ്പറേഷൻ എത്ര സ്ട്രോങ് ആണ് എന്ന് പറയുന്നതാണ് അതിന്റെ ഡൈപോൾ മൊമെന്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ നടന്നു. ഈ ചാർജ് സെപ്പറേഷൻ നടന്നിട്ട് അവർക്കിടയിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു സെപ്പറേഷൻ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നൊരു കൺസെപ്റ്റ് പറയുന്നതാണ് അതിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി അതെന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന Q×R ആണ്. Q എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ആറ്റത്തിന്റെ, ഓരോ ആറ്റത്തിന്റെ ഒരു പാർഷ്യൽ ചാർജും അതുപോലെ തന്നെ R എന്ന് പറയുന്നത് രണ്ട് ആറ്റങ്ങൾക്കിടയിൽ
ഉണ്ടാവുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു ആറ്റത്തിന് ആ ഒരു ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. സോ അതാണ് അതിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. മ്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ചില മോളിക്യൂൾസിന്റെ ക്ലിയർ ആണോ ഡൈപോൾ ആൻഡ് ഡൈപോൾ മൊമെന്റ്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണ്. വാട്ടറിനകത്ത് എത്ര പോളാർ ബോൺസുകളാണ് ഉള്ളത്? വാട്ടറിനകത്ത് എത്ര പോളാർ ബോൺസുകൾ ഉണ്ട്? ഓക്കെ, വാട്ടറിനകത്ത് എത്ര പോളാർ ബോൺസുകൾ ഉണ്ട്? വാട്ടർ മോളിക്യൂളിൽ എത്ര പോളാർ ബോൺസുകൾ ഉണ്ട്? എത്ര എണ്ണം ഉണ്ട് വാട്ടറില്? രണ്ട്. ഉം രണ്ടാണോന്നില്ല, രണ്ട്. ഓക്കെ, എന്താണ് അതിന് രണ്ട് പോളാർ ബോൺസുകളല്ല, രണ്ട് ഒ എച്ച് അല്ലേ? ഒരു ഒ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളാർ ബോണ്ടാണ്. മറ്റേ ഒ എച്ച് എന്താണ്? മറ്റൊരു പോളാർ ബോണ്ടാണ്. ഓക്കെ, അപ്പൊ രണ്ട് പോളാർ ബോൺസുകളാണ് നമ്മുടെ എന്ത് വാട്ടർ മോളിക്യൂൾസിനകത്ത് ഉള്ളത്. സോ നമ്മളൊരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു, അതായത് ഒരു മോളിക്യൂൾസിനകത്ത് മൾട്ടിപ്പിൾ പോളാർ ബോൺസുകൾ ഉണ്ടെങ്കിൽ, ഓക്കെ, മൾട്ടിപ്പിൾ പോളാർ ബോൺസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡൈപോള് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ഒരു ഡൈപോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത്. ഓക്കെ, ഡൈപോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത്തും ആ മോളിക്യൂൾസിന്റെ ഷേപ്പും. ഓക്കെ, അതായത് ഒരു മോളിക്യൂൾസിനകത്ത് ഒന്നിൽ കൂടുതൽ ഡൈപോൾസുകൾ ഉണ്ടെങ്കിൽ, ഓക്കെ, ഒന്നിൽ കൂടുതൽ ഡൈപോൾസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു അതായത് ഒന്നിൽ കൂടുതൽ പോളാർ ബോൺസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡൈപോൾ മൊമെന്റ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ബോണ്ട് ഡൈപോളിന്റെ സ്ട്രെങ്ത്തും ആ മോളിക്യൂൾസിന്റെ ഷേപ്പും ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വാട്ടറിന്റെ കേസിന് എടുക്കാം. ഇവിടെ വാട്ടറിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ഈ HOH ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ആണ്. അതുപോലെ തന്നെ വാട്ടറിനകത്തുള്ള ഓക്സിജന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷനിലാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു വാട്ടറിനകത്ത് രണ്ട് പോളാർ ബോൺസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ ഈ ഹൈഡ്രജൻ എപ്പോഴും എന്താ ഓക്സിജൻ അടുത്തോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ഇവിടെയും എന്താണ് സെയിം തന്നെയാണ് അല്ലെ? ഓക്സിജൻ അടുത്തോട്ടായിരിക്കും ഉണ്ടാവുക. സോ അവർക്ക് ഒരു നെറ്റ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോ നമ്മള് നമ്മുടെ എന്താ ഇപ്പൊ വാട്ടർ മോളിക്യൂള് ഇതിപ്പോ ഇതിന്റെ ഷേപ്പ് ഒരു വി ഷേപ്പ് ആയതുകൊണ്ടുമാണ്, അതിന്റെ ആ ഒരു ഷേപ്പും കൂടി അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡൈപോൾ മൊമെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ ലീനിയർ സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസ് എടുക്കാം. ഓക്കെ, നമ്മളെ CO2ന്റെ കേസ് എടുത്തു കഴിഞ്ഞാല് സി ഡബിൾ ബോണ്ട് CO2യുടെ കേസ് എടുത്തു കഴിഞ്ഞാല് ഇവിടെ എപ്പോഴും എന്താണ്, അതായത് ഈ കാർബൺ എപ്പോഴും ഈ ഓക്സിജന് അടുത്തോട്ടാണ് അട്രാക്ട് ചെയ്യുക. ഇവിടെയും എന്താണ്, കാർബൺ എപ്പോഴും ഓക്സിജൻ അടുത്തോട്ടാണ് അട്രാക്ട് ചെയ്യുക. അപ്പോ ഈ രണ്ട് ഇതും അട്രാക്റ്റീവ് ഇതും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോകും. സോ അവർക്ക് അത് നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂളാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി CO2യുടെ കേസ് പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ഇൻഡിവിജ്വൽ സി ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് അതിനൊരു പൊളാരിറ്റി ഉണ്ട്. ഓക്കെ, ആ ഒരു പോളാർ ബോണ്ട്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനൊരു പൊളാരിറ്റി, ആ പൊളാരിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അതിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു എബിലിറ്റി ആണ്. അതിന്റെ ഒരു പൊളാരിറ്റി, ആ ഒരു പോളാർ ബോണ്ട് ഉള്ളതിനെയാണ് നമ്മൾ പൊളാരിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടി CO2യുടെ കേസ് പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ഇവരുടെ എന്താ ഈ ഒരു ഷേപ്പ്, ഇതിനൊരു വി അല്ലെങ്കിൽ ഒരു വി ഷേപ്പ് അല്ലെ ഒരു ബെൻഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ആ ഒരു ഷേപ്പും ഇതിന്റെ ആ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്തും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ H3PO4 എന്ന് പറയുന്നത്. പോളാർ ബോൺസ് വരുന്ന കേസിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളതാണ്. അതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പോയോ എല്ലാരും? ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു പാർട്ടും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതായത് നമ്മൾ പറഞ്ഞു കോവാലന്റ് ആൻഡ് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ കോവാലന്റ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ? നോൺ കോവാലന്റ് വളരെ വീക്ക് ആണ്. കോവാലന്റ് വളരെ സ്ട്രോങ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് ഒരു ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴിയാണ് ആ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇന്റേണൽ ടെമ്പറേച്ചർ എടുക്കുന്ന ബോഡി ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ ഒരു അവൈലബിൾ ആയിട്ടുള്ള തെർമൽ
എനർജി ഉണ്ട്. ആ ഒരു തെർമൽ എനർജി എന്ന് പറയുന്നത് 0.6 കിലോ കലോറി ആണ് അതിന്റെ ഒരു റേഞ്ച് പറയുന്നത്. സോ ആ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഈ കോവാലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അതിന് ഹയർ എനർജി കൊടുത്താൽ മാത്രമാണ് ഈ പറയുന്ന കോവാലന്റ് ബോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ സി സിംഗിൾ ബോണ്ട് ഓ സി സിംഗിൾ ബോണ്ട് ഓന്റെ കേസിൽ അവരുടെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് അറൌണ്ട് 84 കിലോ കലോറി പെർ മോൾ ആണ്. എന്നാൽ സി ഡബിൾ ബോണ്ട് ഓ ബ്രേക്ക് ചെയ്യണമെങ്കിലോ അതിന്റെ ഓൾമോസ്റ്റ് ഇരട്ടി എന്ത് ചെയ്യണം, എനർജി നമ്മൾ കൊടുക്കണം. 170 എന്താണ് കിലോ കലോറി പെർ മോൾ എനർജി നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സി ഡബിൾ ബോണ്ടോ, അതായത് ആ ഒരു ബോണ്ട് നമ്പർ അല്ലെ, സി സിംഗിൾ ബോണ്ട് അത് ഡബിൾ ബോണ്ട് ആകുമ്പോഴത്തേക്ക് അതിനെക്കാട്ടിയും കൂടുതൽ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താ അതിനെക്കാട്ടിയും കൂടുതൽ എനർജി നമ്മൾ കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, അത് ആ ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓർത്തിരിക്കുക, കോവാലന്റ് ബോണ്ട് ആണ് ഏറ്റവും സ്ട്രോങ് അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നോൺ കോവാലന്റ് വളരെ വീക്ക് ആണ്, അതിന് കുറച്ച് എനർജി ചിലപ്പോൾ നമ്മുടെ ഈ ബോഡി ടെമ്പറേച്ചർ കണ്ടീഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കണ്ടീഷനിൽ തന്നെ അവർ എന്ത് ചെയ്യാം, റൂം ടെമ്പറേച്ചറിൽ തന്നെ അത് ബ്രേക്ക് ചെയ്ത് പോകാനും ചിലപ്പോൾ റീജോയിൻ ചെയ്ത് ഇന്ററാക്ഷൻസ് വീണ്ടും റീഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില കേസസിൽ നമുക്ക് എനർജി കിലോ ജൂളിലായിരിക്കും പറയാ, ചില കേസസിൽ കിലോ കലോറി ആയിരിക്കും. അപ്പൊ ഒരു കൺവേർഷൻ ഒന്ന് ഓർത്തിരിക്കുക. 1 കിലോ കലോറി എന്ന് പറയുന്നത് =4.184 കിലോ ജൂൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ എനർജീസിന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഞാൻ കിലോ ജൂളിലും കിലോ കലോറിയിലും കൊടുത്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എപ്പോഴും ഇതന്നെന്നല്ല, ചില നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് റേഞ്ച് ആണ് ഞാൻ പറയുന്നത്. സിംഗിൾ കൊവാലന്റ് ബോണ്ടിലാണെങ്കിൽ 200 to 500 കിലോ ജൂൾ പെർ മോൾ ആണ് അതിന്റെ കലോറി വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ബോണ്ട് ആകുമ്പോൾ 500 to 700, ട്രിപ്പിൾ ആകുമ്പോൾ ഒരു 700 to 1000 റേഞ്ചിലാണ് വരിക. ഓവറോൾ കോവാലന്റ് ബോണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 200 to 1000 കിലോ ജൂൾ പെർ മോൾ റേഞ്ചിൽ നമ്മൾ എനർജി കൊടുത്താലാണ് നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുക. ഇനി ഹൈഡ്രജൻ ബോണ്ട്സിന്റെ കേസിലാണെങ്കിൽ 4 to 20, അത് പിന്നെ നമ്മുടെ കലോറിയിലോട്ട് വരുമ്പോഴത്തേക്കും 1 to 5 കിലോ കലോറി റേഞ്ച് ആണ് വരിക. വാട്ടർ വാൾസ് ആണെങ്കിൽ 0.1 to 1 പിന്നെ 0.1 to 1 കിലോ കലോറി അല്ലെങ്കിൽ 0.4 to 4 കലോറി റേഞ്ചിൽ കിലോ ജൂൾ പെർ മോൾ റേഞ്ചിലാണ് വരിക. ഓക്കെ, ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ ഈ ടേബിൾ ഇവിടെ കൊടുത്തത്. ഓക്കെ, സോ ഇത് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിലെ ആൻസർ ഇടാം. തെറ്റിയാലും കുഴപ്പമില്ല, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ക്വസ്റ്റ്യൻസിൽ വായിക്കുന്നത്. സോ നിങ്ങൾക്ക് പറഞ്ഞതൊന്ന് റിക്കവർ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ആ ഒരു തെറ്റ് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് എല്ലാവരും ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Which one of the following statements regarding the structure of water molecule is correct? The oxygen in water is in sp3 hybridization with an HOH angle of 109.5 degree. The oxygen in water is in sp2 hybridization with an angle of 120 degree. The oxygen in water is in sp3 hybridization with an angle of HOH angle of 104.5 degree. Oxygen in water is in sp2 hybridization with an HOH angle of 90 degree. So എല്ലാവരും ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കുക, എന്നിട്ട് എല്ലാവരും ആൻസർ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ഇടുക. നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യം വെച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവരും ആൻസർ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പത്ത് 12 പേരുണ്ട്. സോ എല്ലാവരും ആൻസർ ചെയ്യാം. തെറ്റോ
അങ്ങനെ വിചാരിച്ച ആരും നിൽക്കരുത്. തെറ്റിയാലും ഞാൻ പറയുന്ന പോലെ നമുക്ക് ഈ കൺസെപ്റ്റുകൾ മാത്രം വെറുതെ ക്ലാസ് കേട്ട് പോയിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. നിങ്ങൾക്ക് എക്സാം ഒക്കെ മുന്നേ എഴുതിയ ആൾക്കാർക്ക് എക്സാം ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്താലാണ് നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് എവിടെയാണ്, നമുക്ക് എവിടെയാണ് കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എന്തായിട്ടും എല്ലാവരും ആൻസർ ചെയ്യാം. എല്ലാരും ചെയ്തോ ആൻസർ? എന്നെ ഉണ്ടല്ലോ കുറച്ചു പേര്. വായിച്ചു നോക്ക്. നമ്മള് നേരത്തെ പറഞ്ഞ കാര്യമാണ്, തൊട്ട് മുന്നേ അല്ലെ, ഒരു 2 സ്ലൈഡ് മുന്നേ പറഞ്ഞ കാര്യമാണ്. സോ പറഞ്ഞു എന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാരും. എന്നാലും കുറച്ച് പേരും കൂടി ഉണ്ട്. എല്ലാരും കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ പറയാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടറിന്റെ കേസിൽ അവരുടെ ബോണ്ട് ആംഗിൾ അതെങ്കിലും നമുക്കൊന്ന് ഓർത്തു വെക്കാൻ നോക്കുക. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ സ്ട്രൈക്ക് ആവുക. ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 104.5 ഡിഗ്രി ആണ്. ഓക്കെ, 104.5 ഡിഗ്രി ആണ് എന്ത് നമ്മുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിലെ ഓക്സിജന്റെ ഹൈബ്രിഡൈസേഷനും വരുന്നത് ഏതാണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ ഓർത്തിരിക്കുക 104.5 ഡിഗ്രി. ഈ 109.5 ഡിഗ്രി നമ്മൾ പറഞ്ഞത് പിന്നെ CH4ന്റെ കേസിലാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ മാറിപ്പോരുത്. വാട്ടറിന്റെ കേസിൽ 104.5 ഡിഗ്രി ആണ് ബോണ്ട് ആംഗിൾ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ സിംഗിൾ കോവാലന്റ് ബോണ്ട് ഈസ് 200 to 500 kJ/mol, 80 to 150 kJ/mol, 600 to 900 kJ/mol, 20 to 70 kJ/mol. തൊട്ട് മുന്നേ പറഞ്ഞാണ്. എല്ലാരും ആൻസർ ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാവും. ഇത് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസംബർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബിപാർട്സിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ചിലപ്പോൾ സിമ്പിൾ ആണെന്ന് കരുതി വിടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജസ് മാക്സിമം നമ്മൾ നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റ് വായിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഇമേജസും അതിന് തൊട്ട് താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷനും വായിച്ചു പോകാൻ ശ്രമിക്കാം. കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് ആ വാട്ടർ മോളിക്യൂളിന്റെ ഇമേജ് വെച്ചിട്ട് തന്നെ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് ഇമേജസും അതിന്റെ ഡിസ്ക്രിപ്ഷൻസും മാക്സിമം അവോയ്ഡ് ചെയ്യാതിരിക്കുക. വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ വായിക്കുക. അല്ലാത്ത കേസസിലാണ് ഈ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ഇമേജസും അതിന്റെ ഡിസ്ക്രിപ്ഷനും ഒന്ന് വായിച്ചു പോവാം. അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇമേജസ് മാത്രമല്ല, ടേബിൾസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആൻസർ ഏതാണ്? നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 200 നമ്മൾ തൊട്ട് മുന്നേ ടേബിളിൽ പറഞ്ഞാണ് 200 to 500 kJ/mol. ഇനി മറ്റൊരു 2018 ചോദിച്ച ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ബോണ്ട്സ് വിത്ത് ദെയർ അപ്രോക്സിമേറ്റ് എനർജീസ്: ഹൈഡ്രജൻ ബോണ്ട്, വാൻ ഡെർ വാൾസ് ഫോഴ്സ്, കോവാലന്റ് ബോണ്ട്, അയോണിക് ബോണ്ട്. 0.5 kcal, 40 kcal, 80 kcal, 3 kcal. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യുക. എന്നിട്ട് ഓപ്ഷൻസിലോട്ട് പോവുക. ആദ്യം തന്നെ ഓപ്ഷൻസിലോട്ട് പോകരുത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് മാച്ച് ചെയ്തിട്ട് ഓപ്ഷൻസിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് ആൻസർ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടാം. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം.
ഏതാണ് ബാക്കിയുള്ളവര് മാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? കലോറിയും കിലോ ജൂളും കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും അല്ലെ? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് അങ്ങനെ എങ്ങനെയും ചോദിക്കാം, നമുക്ക് ഏത് രീതിയിലും എക്സ്പെക്ട് ചെയ്യാം. CSIR ആണ്. സോ ആ ഒരു കൺവേർഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ രണ്ടും പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ ഒരു കൺവേർഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. 1 കിലോ ജൂൾ എന്ന് പറയുന്നത് 4.184 കിലോ കലോറി ആണെന്ന് അറിഞ്ഞിരിക്കുക. സോ അതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാലോ. സോ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പഠിക്കാം, എന്നിട്ട് ആ ഒരു എത്രയാണ് അത് ഈക്വൽ ടു എത്രയാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം. സോ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും.